ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫിസിക്സിലെ പ്രധാന യൂണിറ്റുകൾ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ചെറിയ കോഡൊക്കെ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാന യൂണിറ്റുകൾ: ദൂരം, സ്ഥാനാന്തരം, മീറ്റർ. എം എന്ന അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൂരവും സ്ഥാനാന്തരം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ദൂരവും സ്ഥാനാന്തരം, സ്ഥലങ്ങൾ തമ്മിലുള്ള അന്തരവും കൂടി അറിയാൻ വേണ്ടി മീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പ്രവേഗം, വേഗത. മീറ്റർ പെർ സെക്കൻഡ്. രണ്ടിലും വേഗതയുണ്ട് അല്ലേ. അപ്പോൾ വേഗത പറയുമ്പോൾ നമ്മളതിൽ സമയവും കൂടി കണക്ട് ചെയ്യും. അപ്പോൾ പ്രവേഗവും വേഗതയും മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും കിട്ടും. നെക്സ്റ്റ് ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ത്വരണം എങ്ങനെ കണക്ട് ചെയ്യാം? 2 സെക്കൻഡിനുള്ളിൽ 2 മീറ്റർ തുണി എനിക്ക് തരണം. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് നമ്മൾ പറയുകയാണ് അല്ലേ, 2 സെക്കൻഡിനുള്ളിൽ 2 മീറ്റർ തുണി എനിക്ക് തരണം. അപ്പോൾ ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. രണ്ടിലും 2 വരുന്നത് കൊണ്ട് അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് കണക്ട് ചെയ്യുക. ദൂരം, സ്ഥാനാന്തരം മീറ്റർ ആണ്. പ്രവേഗം, വേഗത മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. വേഗത രണ്ടിലും വേഗതയുണ്ട്. അപ്പോൾ വേഗത പറയുമ്പോൾ നമ്മളവിടെ സമയം കണക്ട് ചെയ്യണം. അപ്പോൾ പ്രവേഗം, വേഗത മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ 2 സെക്കൻഡിനുള്ളിൽ 2 മീറ്റർ തുണി തരണം. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് മർദ്ദം പാസ്കലാണ് അല്ലേ. മർദ്ദം പാസ്കൽ എങ്ങനെ കണക്ട് ചെയ്യാം? മർദ്ദിച്ച് കഴിയുമ്പോൾ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ആരെങ്കിലുമൊക്കെ മർദ്ദിച്ച് കഴിയുമ്പോൾ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രവൃത്തി ഊർജ്ജം ജൂളാണ്. പ്രവൃത്തി ഊർജ്ജം ജൂൾ എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് തിരിച്ചു വായിക്കാം. ജൂള് ജ്യൂസ് എന്ന് എടുക്കുക. അപ്പോൾ ജ്യൂസ് കുടിച്ചാൽ ഊർജ്ജം കിട്ടും. ഊർജ്ജം ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രവൃത്തി ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ ജൂള് ജ്യൂസ്. അപ്പോൾ ജ്യൂസ് കുടിച്ചാൽ ഊർജ്ജം കിട്ടും. ഊർജ്ജം ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രവൃത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് ജൂളാന്ന് കിട്ടും. നെക്സ്റ്റ് താപോർജ്ജം ജൂളാണ്. അതും നമുക്ക് ജ്യൂസ് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ജ്യൂസ്. താപോർജ്ജം എന്ന് പറയുമ്പോൾ ഈ താപമൊക്കെ ഇല്ലേ, ചൂടൊക്കെ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ അല്ലേ, താപത്തിൻ്റെ ഊർജ്ജം കൂടിയാൽ, അതായത് ചൂട് കൂടിയാൽ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ താപത്തിൻ്റെ ഊർജ്ജം കൂടിയാൽ ജ്യൂസ് കുടിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ പ്രവൃത്തി ഊർജ്ജം ജൂളാണ്, താപോർജ്ജം ജൂളാണ്. നെക്സ്റ്റ് പവർ, വാട്ട്. അതെങ്ങനെ കണക്ട് ചെയ്യും? പറയാറുണ്ട് വാട്ട് എ പവർ, ഇങ്ങനെ പറയാം അല്ലേ, വാട്ട് എ പവർ അങ്ങനെ പറയാം. അപ്പോൾ വാട്ടും പവറും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് വൈദ്യുത ചാർജ് കൂളോം ആണ്. വൈദ്യുത ചാർജ് കൂളോം. അപ്പോൾ വൈദ്യുത ചാർജ് കൂളോം എങ്ങനെ കണക്ട് ചെയ്യാം? ഈ വൈദ്യുത ചാർജ് എന്ന് പറയുമ്പോൾ വൈദ്യുത ബില്ലൊക്കെ വരുന്നത് നമ്മൾ കൂളാകുന്നത് പോലെ ഇരിക്കും അല്ലേ. ഇപ്പോൾ എ സി ഒക്കെ ഉണ്ട് ഫുൾ കൂളാണെന്നുണ്ടെങ്കിൽ വൈദ്യുത ചാർജൊക്കെ കൂടുതലായിരിക്കും. അതായത് എ സി ഒക്കെ ഇട്ട് കൂടുതൽ കൂളായാൽ കൂടുതൽ വൈദ്യുത ചാർജ് വരും. അങ്ങനെ വൈദ്യുത ബില്ല് വരും. അങ്ങനെ കണക്ട് ചെയ്യുക. നെക്സ്റ്റ് യന്ത്രങ്ങളുടെ പവർ, കുതിരശക്തി 746 വാട്ടാണ്. യന്ത്രങ്ങളുടെ പവർ കുതിരശക്തിയാണ്, 746 വാട്ടാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് എങ്ങനെ കണക്ട് ചെയ്യുക? പൊട്ടത്തരം കാണിക്കുന്ന കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? ഷോക്ക് കൊടുക്കും അല്ലേ. ഷോക്ക് കൊടുക്കുക. ഹൈ വോൾട്ടിൽ ഷോക്ക് കൊടുക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓം. നമുക്ക് റെസിസ്റ്റൻസ്, ഈ പ്രതിരോധം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ഓം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഒരു പ്രതിരോധത്തിന് ഇറങ്ങുന്ന. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ഓം. അപ്പോൾ ഒരു പ്രതിരോധത്തിന് ഇറങ്ങുന്നത് ഓം, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഇനി റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ പറയുമ്പോൾ ഈ റെസിസ്റ്റ് ചെയ്യുന്നവർക്ക് വിറ്റി എന്നുള്ളത് വിക്ടറി എടുക്കുക. അപ്പോൾ ഈ പ്രതിരോധിക്കുന്നവർക്ക് വിക്ടറി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിച്ച് മീറ്ററോളം പ്രതിരോധിച്ച് നിൽക്കുന്നവർക്കാണ് വിക്ടറി ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ. റെസിസ്റ്റിവിറ്റി പ്രതിരോധിച്ച് വിക്ടറി നേടുന്നത് ആരാണ്? പ്രാർത്ഥിച്ച് മീറ്ററോളം പ്രതിരോധിച്ച് നിൽക്കുന്നവർക്കാണ് റെസിസ്റ്റിവിറ്റി വിക്ടറി ഉണ്ടാകുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൈദ്യുത ചാലകത സീമെൻസ് ആണ്. അപ്പോൾ ഈ ചാലകത നമുക്ക് ചാരുലത എന്നെടുക്കാം അല്ലേ. ചാരുലത എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടിയുടെ സീമ എന്നും കൂടെ കണക്ട് ചെയ്യാമല്ലോ. ചാരുലത, സീമ. അപ്പോൾ സീമെൻസ് എന്ന് കിട്ടും. നെക്സ്റ്റ് കപ്പാസിറ്റൻസ് ഫാരഡ്. അപ്പോൾ കപ്പയും ഫുഡും കൂടെ ഒന്ന് എടുക്കുക അല്ലേ. കപ്പ എന്ന് പറയുന്നത് ഒരു ഫുഡല്ലേ, ഫാരഡ് ഫുഡ്. അപ്പോൾ കപ്പ, ഫുഡ് അങ്ങനെ എടുക്കുക. നെക്സ്റ്റ് ശബ്ദ തീവ്രത ഡെസിബിൾ ആണല്ലേ. ശബ്ദ തീവ്രത
ഡെസിബൽ. അപ്പോൾ ഈ ശബ്ദത്തിന് തീവ്രതയായിട്ട് നമുക്ക് ഈ ബെല്ലൊക്കെ അടിക്കുമ്പോൾ ഇല്ലേ ശബ്ദത്തിന് ഭയങ്കര തീവ്രതയായിട്ട് തോന്നില്ലേ, ബെല്ലടിക്കുമ്പോൾ ശബ്ദത്തിന് തീവ്രത ഉണ്ടായിട്ട് നമുക്ക് തോന്നും അങ്ങനെ. അപ്പോൾ ശബ്ദ തീവ്രത ഡെസിബൽ ഇല്ലേ, ശബ്ദത്തിന് തീവ്രത ഉണ്ടാകാനാണ് ബെല്ലായിട്ട് അടിക്കുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ആവൃത്തി ഹെഡ്സ് ആണ്. ആവൃത്തി ഹെഡ്സ് എന്ന് പറയുമ്പോൾ അവൾക്ക് നല്ല വൃത്തിയാണ്. അപ്പോൾ അവളെന്നുള്ളതിന് അവൾക്ക് നല്ല വൃത്തിയാണ്, ആ അവൾക്ക്. അപ്പോൾ ആവൃത്തി അവളെ നൽകുക, വൃത്തി അവൾക്ക് നല്ല വൃത്തിയാണ്. അപ്പോൾ അവളെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഹെർ വരും അല്ലേ, അവൾക്ക് നല്ല വൃത്തിയാണ്. അപ്പോൾ ഹെഡ്സ് ഹെർ അങ്ങനെ ഒന്ന് കണക്ട്. അവൾക്ക് ആവൃത്തി അവൾക്ക് വൃത്തിയാണ്, ഹെർ ഹെഡ്സ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് വൈദ്യുതധാര ആംബിയർ. വൈദ്യുതധാര ആംബിയർ എന്ന് എങ്ങനെ കണക്ട് ചെയ്യാം? വൈദ്യുതധാര ആംബിയർ എങ്ങനെ കണക്ട് ചെയ്യാം? ഈ ധാര കോരുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, ഈ ആയുർവേദത്തിലൊക്കെ ധാര കോരുക. അപ്പോൾ ഈ ധാര കോരുന്നതൊക്കെ ആർക്കാണ്? ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണ്. അപ്പോൾ എന്താ ഈ ധാര കോരുന്നത് ആർക്കാണ്? ഈ ആപ്പിലൊക്കെ ചെന്ന് ഈ വേണ്ടാത്ത ആപ്പിലൊക്കെ ചെന്ന് ചാടിയവർക്കാണ് ലാസ്റ്റ് ധാര കോരേണ്ടി വരുന്നത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷമാണ്. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നക്ഷത്രം പ്രകാശിക്കുക, അപ്പോൾ പ്രകാശവർഷം അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. അതായത് ഇൻഡക്റ്റൻസ് ഹെൻറിയാണ്. ഇൻഡക്റ്റൻസ് ഹെൻറി അതെങ്ങനെ കണക്ട് ചെയ്യാം? ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യ എന്ന് എടുക്കാം അല്ലേ, ഇൻഡക്റ്റൻസ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ നമ്മുടെ കൺട്രിയാണ്. അപ്പോൾ ഹെൻറി കൺട്രി അങ്ങനെ ഒന്ന് എടുക്കുക. അപ്പോൾ ഇൻഡക്റ്റൻസ് ഇന്ത്യ, ഹെൻറി കൺട്രി അങ്ങനെ ഒന്ന്, ഇന്ത്യ നമ്മുടെ കൺട്രിയാണ് അങ്ങനെ ഒന്ന് എടുക്കുക. നെക്സ്റ്റ് ഇല്ലുമിനൻസ് ലെക്സ്. ഇല്ലുമിനൻസ് ലെക്സ്. അപ്പോൾ നമുക്ക് ലെക്സ് എന്ന് പറയുമ്പോൾ ഒരു സോപ്പിന് ആലോചിക്കാമല്ലോ. അപ്പോൾ നമുക്ക് കുളിക്കാൻ നേരത്ത് നമ്മൾ സോപ്പ് ഇല്ല എന്നൊക്കെ പറയില്ല. അപ്പോൾ ഇല്ല, ഇല്ലുമിനൻസ് ഇല്ല, സോപ്പില്ല, ലെക്സ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. ഇല്ലുമിനൻസ് ലെക്സ്. അപ്പോൾ ഇല്ല, സോപ്പില്ല, കുളിക്കുക. അപ്പോൾ മിനൻസ് മേനിയിൽ തേക്കാൻ ഇല്ല, ഇല്ലുമിനൻസ് മേനിയിൽ തേക്കാൻ ഇല്ല, എന്തില്ല, സോപ്പില്ല, സോപ്പ് ലെക്സ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് കാന്തിക ഫ്ലക്സ് വെബറാണ്. കാന്തിക ഫ്ലക്സ് വെബർ. നമുക്ക് ഈ ഫ്ലക്സിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെച്ചാൽ നമുക്കൊരു അങ്ങോട്ടൊരു കാന്തിക ആകർഷണം ഇല്ലേ, നമ്മൾ പെട്ടെന്ന് നോക്കിപ്പോവും ഇല്ലേ ഈ ഫ്ലക്സൊക്കെ അടിച്ച് വെക്കുമ്പോൾ. അപ്പോൾ ആ കാന്തികമായ അല്ലേ ഒരു ആകർഷണം ആ ഫ്ലക്സിലോട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഇങ്ങനെ വെക്കുന്ന ഈ ഫ്ലക്സൊക്കെ വെക്കുന്ന ആളുടെ വൈറലായ ആൾക്കാരുടെ അപ്പോൾ ആ വെബറായിട്ടൊന്ന് കണക്ട് ചെയ്യുക. വൈറലായ ആൾക്കാരുടെ ഫോട്ടോയൊക്കെയാണ് ഇങ്ങനെ ഫ്ലക്സിൽ വയ്ക്കുന്ന, അവരുടെയൊക്കെയാണ് ഇങ്ങനെ ഫ്ലക്സ് വെക്കുന്നത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ലെൻസിൻ്റെ പവർ ഡയോപ്റ്ററാണ് അല്ലേ, ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒന്നും കൂടെ കണക്ട് ചെയ്യാം. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ പിന്നെ ഈ ഹെലികോപ്റ്ററൊക്കെ പറത്തുന്നവർക്ക് നല്ല പവറുള്ള ലെൻസായിരിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ഡയോപ്റ്റർ ഹെലികോപ്റ്റർ അങ്ങനെ എടുക്കുക. അപ്പോൾ ഹെലികോപ്റ്ററൊക്കെ പറത്തുന്നവർക്ക് നല്ല പവറുള്ള ലെൻസായിരിക്കും അവർക്കുള്ളത്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റി കാണ്ടിലയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാണ്ടില. അപ്പോൾ ലൂമിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിലോമിന എന്ന് എടുക്കില്ലേ, ലൂമിന ഫിലോമിന, ലൂമിന ഫിലോമിന അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യല്ലോ. അപ്പോൾ ഫിലോമിനയെ കണ്ടില്ല, ലൂമിന ഫിലോമിന, ഫിലോമിനയെ കണ്ടില്ല. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റി കാണില്ല എന്ന് കിട്ടും. നെക്സ്റ്റ് തരംഗ ദൈർഘ്യം ആങ്സ്ട്രമാണ്. തരംഗ ദൈർഘ്യം ആങ്സ്ട്രം നമുക്കറിയാം, ഈ തരംഗമായത് ഇല്ലേ, ഭയങ്കര തരംഗമായി അങ്ങനെയൊക്കെ എന്ന് പറയുന്നത് വളരെ ദീർഘകാലം നിൽക്കും, പിന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും അങ്ങനെ നോക്കുക. അപ്പോൾ തരംഗം എന്ന് പറയുമ്പോൾ അത് വളരെ ദീർഘകാലം നിൽക്കുന്നതായിരിക്കും, പിന്നെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. അപ്പം തരംഗ ദൈർഘ്യം ആങ്സ്ട്രം എന്താ കിട്ടും. ഓക്കെ, തരംഗ ദൈർഘ്യം ആങ്സ്ട്രം തരംഗമാകുന്നത് വളരെ സ്ട്രോങ്ങും ദീർഘകാലം നിൽക്കുന്നതുമായിരിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് റേഡിയോ ആക്ടിവിറ്റി ബെക്കറൽ, ക്യൂറി, റൂഥർഫോർഡ്. റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രധാന യൂണിറ്റുകളാണ് ബെക്കറൽ, ക്യൂറി, റൂഥർഫോർഡ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റേഡിയോയിൽ ഓരോ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യില്ല. റേഡിയോയിലെ ഓരോ ആക്ടിവിറ്റീസ് അപ്പോൾ അവിടെ ബേക്ക് ചെയ്യാൻ പഠിപ്പിക്കും ഇല്ലേ, കറി വെക്കാൻ പഠിപ്പിക്കും. പിന്നെ റിഥം ഇല്ലേ, റിഥവും മ്യൂസിക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ റിഥം അത് റേഡിയോയിൽ കൂടെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി, റേഡിയോയിലെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ്? ബേക്ക് ചെയ്യാനും കറി വെക്കാനും ഒക്കെ പഠിപ്പിക്കും. അപ്പോൾ ബെക്കറലും ക്യൂറിയും കിട്ടും. നെക്സ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ റിഥം അല്ലേ, മ്യൂസിക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ റിഥവും റൂദർഫോർഡുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ബലം ന്യൂട്ടൺ ആണ് അല്ലേ, ബലം ന്യൂട്ടൺ. അപ്പോൾ ഈ ടൺ കണക്കിനൊക്കെ ഭാരം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല ബലം വേണം അല്ലേ. ടൺ കണക്കിന് ഭാരം ടൺ കണക്കിന് ഭാരമൊക്കെ എടുക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ബലം വേണം. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്